ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇനീഷ്യൽ സെറ്റിങ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ലിമിറ്റ്സ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. ലോവർ ലെഫ്റ്റ് കോർണർ 00 തന്നെയാണ്, ജസ്റ്റ് അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പർ റൈറ്റ് കോർണർ വരുന്നത് 10,000, 10,000 എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇനി അടുത്തത് സെഡ് എൻ്റർ എൻ്റർ. അത് കഴിഞ്ഞ് യൂണിറ്റ്സ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഈ ബോക്സിൽ പ്രിസിഷൻ 0.00ലേക്ക് ഇടുക. ഇത് സെൻറ്റിമീറ്ററിലേക്ക് ആക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഡി എൻ്റർ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് മോഡിഫൈയിൽ പോവുക. അതിൽ ലൈൻസ് എന്നുള്ളതിൽ ഈ 2 ബോക്സും ടിക്ക് ചെയ്തിടുക. ഈ ഓഫ്സെറ്റ് ലൈൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സിമ്പിൾസ് ആൻഡ് ആരോസിൽ ഇത് 1ലേക്ക് ഇടുക. ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് ഒരു 10ലേക്ക് ഇടുക. പ്രൈമറി യൂണിറ്റ്സ് 0.00ലേക്ക് ഇടുക. ഓക്കെ കൊടുക്കുക. സെറ്റ് കറണ്ട് കൊടുക്കുക. ക്ലോസ് കൊടുക്കുക. ഈ നെക്സ്റ്റ് നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ലെയേഴ്സ് വേണം. അപ്പോൾ LA എൻ്റർ. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ലെയർ വരും. അപ്പോൾ പേര് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേര് കൊടുക്കുക. അപ്പോൾ വോള്, പ്ലിന്ത്, സ്റ്റെപ്പ്, സൺഷെയ്ഡും ഇതൊക്കെ ഇതുപോലെ കൊടുക്കണം. 2 ടൈംസ് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ അടുത്തത് എൻ്റർ ചെയ്യാനുള്ളത് വരും. അപ്പോൾ വോളാണെങ്കിൽ വോളിന് കൊടുക്കുക. 2 ടൈംസ് എൻ്റർ ചെയ്താൽ അടുത്തത് പ്ലിന്ത് കൊടുക്കാം. പിന്നെ 2 ടൈംസ് എൻ്റർ ചെയ്തിട്ട് സൺഷെയ്ഡ് കൊടുക്കുക. അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ റെഡ് ക്രോസ് കണ്ടില്ലേ, അതിൽ. ഇനി നമുക്കിതിൽ പ്ലാൻ വരച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോർണറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ വോൾ എന്നുള്ള ലെയറിലേക്ക് ഇടണം. വോൾ എന്നുള്ള ലെയറിലേക്ക് ഇട്ടിട്ട് XL എൻ്റർ, H എൻ്റർ. ഇപ്പോൾ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരും. ഇനി XL എൻ്റർ, V എൻ്റർ. ഇനി ഈ അറ്റം ട്രിം ചെയ്യാം. TR 2 ടൈംസ് എൻ്റർ കൊടുത്താൽ മതി. ഇനി നമ്മൾ 20 സെൻറ്റിമീറ്ററിൻ്റെ വോള് കൊടുക്കേണ്ടത്. അപ്പോൾ O എൻ്റർ, 20 എൻ്റർ. അപ്പോൾ നമ്മൾ 20 സെൻറ്റിമീറ്റർ ഓഫ് സെറ്റ് ചെയ്തു. ഇനി നമ്മളെല്ലാ ഹോറിസോണ്ടലായിട്ടുള്ള ഡയമെൻഷൻസ് നമ്മളിവിടെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഡൈനിങ് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് 400 ആണ് വരുന്നത്. കിച്ചൺ 260 ആണ് വരുന്നത്. വർക്ക് ഏരിയ 110 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. O എൻ്റർ 400. പിന്നെ അതന്നെ സെലക്ട് ചെയ്തിട്ട് 20. പിന്നെ ഈ ലാസ്റ്റ് നമ്മൾ കൊടുത്ത ലൈൻ തന്നെ സെലക്ട് ചെയ്തിട്ട് 260. വീണ്ടും ആ ലൈൻ തന്നെ സെലക്ട് ചെയ്തിട്ട് 10. പിന്നെ ലാസ്റ്റ് നമ്മൾ കൊടുത്ത ലൈൻ സെലക്ട് ചെയ്തിട്ട് 110. പിന്നെ അതന്നെ സെലക്ട് ചെയ്തിട്ട് 20. അപ്പോൾ ഇവിടെ ലിവിങ് വരും, ഇവിടെ കിച്ചൺ വരും, ഇവിടെ വർക്ക് ഏരിയ വന്നു. ഇനി ലാസ്റ്റ് വരുന്നതെല്ലാം ട്രിം ചെയ്ത് കളഞ്ഞു.
ഈ നെക്സ്റ്റ് നമ്മൾ താഴത്തേക്കുള്ള എല്ലാ ഡയമെൻഷൻസും കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഡൈനിങ്ങിൻ്റെ വരുന്നത് 380 ആണ് വരുന്നത്. ഡൈനിങ്ങിൻ്റെ ഈ വോള് മുതൽ ഈ വോള് വരെ 380 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വോള് സെലക്ട് ചെയ്തിട്ട് എൻ്റർ 380. പിന്നെ ഇതന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് 20 വോളിൻ്റെ തിക്നെസ് കൊടുത്തു. ഇനി ഈ വോളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. ഇവിടെ വർക്ക് ഏരിയയുടെ ഇവിടെ വരെയുള്ളൂ, ഇവിടെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ട്രിം ചെയ്യാം. ഇത് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ലിവിങ്ങിലേക്കുള്ള ഡോറ് കൊടുക്കണം. അപ്പോൾ ഈ വോള് സെലക്ട് ചെയ്തിട്ട് എൻ്റർ 90. നെക്സ്റ്റ് ട്രിം എടുക്കുക. എന്നിട്ട് ഇതെല്ലാം ട്രിം ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ കിച്ചണാണ് വരുന്നത്. കിച്ചൻ്റെ വോൾ എന്ന് പറയുന്നത് എൻ്റർ 180 താഴത്തേക്കാണ് കിച്ചൻ്റെ വോൾ വരുന്നത്. ഇനി TR 2 ടൈംസ് എൻ്റർ കൊടുത്തിട്ട് ഇതെല്ലാം ട്രിം ചെയ്യാം. ഇതാണ് കിച്ചൻ്റെ വോൾ വരുന്നത്. ഈ വോൾ കണ്ടില്ലേ, ഇത് 180 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ വർക്ക് ഏരിയയുടെ വോൾ എന്ന് പറയുന്നത് 290 ആണ്. ഇവിടുന്ന് ഇവിടം വരെ 290 ആണ് വരുന്നത്. അപ്പോൾ ഈ വോള് സെലക്ട് ചെയ്തിട്ട് എൻ്റർ 290 താഴത്തേക്ക് കൊടുക്കുക. അതുതന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് 20 താഴത്തേക്ക് കൊടുക്കുക. നെക്സ്റ്റ് ട്രിം എടുക്കുക. ട്രിം എടുത്തിട്ട് ഇവിടെ ഒന്നും ഈ വോള് വരുന്നില്ല, അപ്പോൾ അത് ട്രിം ചെയ്ത് കളയാം. അതുപോലെ ഇവിടെയും ഈ വോള് വരുന്നില്ല, അപ്പോൾ അത് ട്രിം ചെയ്ത് കളയാം. ഇനി ഇവിടെ ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റർ 90. നെക്സ്റ്റ് ട്രിം എടുക്കുക. എന്നിട്ടിത് ട്രിം ചെയ്യുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ബെഡ്റൂം വരുന്നത് എൻ്റർ 390 താഴത്തേക്കാണ് വരുന്നത്. അതുതന്നെ 20 താഴത്തേക്ക് കൊടുക്കുക. ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ഇപ്പോൾ വരച്ച വോളാണിത്. ഈ വോള് ഈ അറ്റം വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ അറ്റം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി താഴെ വരുന്ന എല്ലാം ട്രിം ചെയ്ത് കളയാം. അതുപോലെ ഇവിടെ ഇനി ഒരു ലിവിങ് റൂം വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ബെഡ്റൂമിൻ്റെ ഇപ്പുറത്തൊരു ലിവിങ് റൂം 300x300 വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ വോള് നമുക്ക് എൻ്റർ 300 കൊടുക്കാം. ഇതന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് 20 കൊടുക്കാം. നെക്സ്റ്റ് ട്രിം ചെയ്യുക. ഈ വോളുകൾ പ്രൊജക്റ്റ് നിൽക്കുന്നതൊക്കെ ട്രിം ചെയ്തു. ഇനി ഇവിടുന്ന് എൻ്റർ 100 താഴത്തേക്ക് കൊടുക്കുക. അവിടെ നമുക്ക് ഡോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഡോറിൻ്റെ ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓപ്പണിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലിവിങ് റൂം വരും. ഇനി ഇവിടെ വരാന്ത ഇവിടെ ഓപ്പണാണ്. അതുപോലെ ഇവിടെയും ഓപ്പണാണ്. പിന്നെ ഇങ്ങനെ ഈ ക്രോസ് ആയിട്ടുള്ള വരുന്ന ഈ ജംഗ്ഷൻസൊക്കെ ട്രിം ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ട്രിം ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ ഇത് ട്രിം ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഇത് ഓൾറെഡി ഇവിടെ 20x20 വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇതിന് മീത് കൂടെ വരച്ച് കൊടുത്താൽ മതി. ഇവിടെ എല്ലാ കോളം വരുന്നത്. ഈ വരാന്ത എന്ന് പറയുന്നത് ഇവിടേക്ക് 100 ആണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100 ആണ്.
ഇനി ഈ വോളിൽ നിന്ന് താഴത്തേക്ക് 200 ആണ്. ബാക്കിയെല്ലാം ട്രിം ചെയ്യാം. ഈ കോളം വരുന്നത് ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഇവിടെ സ്റ്റെപ്പ് വരും. O എൻ്റർ 25. പിന്നെ ഒരു ലൈൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ ട്രിം ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ വോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്ലിന്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്ത് ആദ്യം 5 ഓഫ്സെറ്റ് ചെയ്തിട്ട് ആ പ്ലിന്തിൻ്റെ ലെയറിലേക്ക് ഇടാം. O എൻ്റർ 5. ഇനി ഈ 4 കോർണറും 4 സൈഡും ഫുള്ളും നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുക. അതായത് വോളുള്ള ഭാഗത്ത് കൂടിയാണ് പ്ലിന്ത് വരുന്നത്. അതെല്ലാം നമ്മൾ ഓഫ്സെറ്റ് ചെയ്തിടുക. ഇനി ഫില്ലറ്റ് ചെയ്യുക. F എൻ്റർ, R എൻ്റർ, 0 എൻ്റർ, M എൻ്റർ, മൾട്ടിപ്പിൾ ഫില്ലറ്റ്. എന്നിട്ട് ഇതെല്ലാം ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ TR 2 ടൈംസ് എൻ്റർ കൊടുക്കുക. ഇനി പ്ലിന്ത് ശരിക്കും ഈ വോൾ ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പ്ലിന്ത് വരും. ഈ സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗം മാത്രം ട്രിം ചെയ്ത് കൊടുക്കുക. പ്ലിന്ത് ഈ ഇവിടെ വരെ ഉണ്ടാവും. വോളുള്ള ഭാഗത്തൊക്കെ പ്ലിന്ത് ഉണ്ടാവും. ഇനി നമുക്കിത് ഡോട്ടഡ് ലൈൻസിലേക്ക് ആക്കണം. അപ്പോൾ LT എൻ്റർ കൊടുത്തിട്ട് ഇവിടെ ലോഡ് എന്നുണ്ടാവും. അതിന് നമുക്ക് വേണ്ടത് ISO ഡാഷ് സ്പേസ് എന്നിട്ട് OK കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി ഇത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ ഒരു പ്ലിന്തിൻ്റെ ലൈൻ സെലക്ട് ചെയ്യുക. Ctrl 1 പോവുക. എന്നിട്ട് ഇവിടെ ലൈൻ ടൈപ്പ് എന്ന് കാണും. അവിടെ ഈ ഡോട്ടഡ് ലൈൻസിലേക്ക് ഇടുക. സ്കെയിലൊന്ന് മാറ്റി കൊടുക്കുക. ഇനി ഇത് പ്ലിന്ത് എന്നുള്ള ലെയറിലേക്ക് ഇടുക. ഇത് സെലക്ട് ചെയ്താൽ ഇവിടെ പ്ലിന്ത് എന്നാണ് കാണുക. ഇനി മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. MA എൻ്റർ. എന്നിട്ട് ഇപ്പോൾ മാറ്റിയ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി എല്ലാ പ്ലിന്തിൻ്റെ ലൈനിലും പോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ പ്ലിന്തിൻ്റെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് വോളും വന്നിട്ടുണ്ട്. അതുപോലെ പ്ലിന്തും വന്നിട്ടുണ്ട്. ഇനി ഡോർസും വിൻഡോസും സൺഷെയ്ഡൊക്കെയാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഇതിൽ ചെയ്യാനുള്ളത് ഡോർസും വിൻഡോസും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡോർ എന്നുള്ള ലെയറിലേക്ക് ഇടാം. ഫസ്റ്റ് നമുക്ക് ഡോറിൻ്റെ ഹിഞ്ചസ് വരയ്ക്കാം. അപ്പോൾ L എൻ്റർ, ലൈൻ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. 5 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. 5 2 ടൈംസ് എൻ്റർ കൊടുക്കുക. വീണ്ടും എൻ്റർ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ലൈൻ കമാൻഡ് വീണ്ടും വരും. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് 5. വീണ്ടും എൻ്റർ തന്നെ കൊടുക്കുക. ലൈൻ കമാൻഡ് തന്നെ വരും. മുകളിലേക്ക് 3, ഇവിടേക്ക് 2. ഇനി മുകളിലേക്ക് വരുമ്പോൾ ഇത് ട്രാക്ക് ചെയ്തിട്ട് വരയ്ക്കാം. ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ 5 ആണ് വരുന്നത്. അതായത് ഇത് 5 ആണ്, ഇത് 5 ആണ് വരുന്നത്, ഇത് 3 ആണ് വരുന്നത്, ഇത് 2 ആണ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ ട്രാക്ക് ചെയ്ത് വരച്ചതാണ്. ഇത് നമുക്ക് ബ്ലോക്ക് ആക്കാം. B എൻ്റർ കൊടുത്തിട്ട് ബ്ലോക്ക് ആക്കാം. ഇനി ലൈൻ എടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ എൻഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടേക്ക് 90 2 ടൈംസ് എൻ്റർ കൊടുക്കുക. ഇനി ബ്ലോക്കാക്കി ഹിഞ്ച് സെലക്ട് ചെയ്യുക. മിററിൻ്റെ കമാൻഡ് കൊടുക്കുക. ഈ ലൈനിൻ്റെ മിഡിലിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. എറേസ് ചെയ്യണോ ചോദിക്കുമ്പോൾ നോ എന്ന് കൊടുക്കുക.
ഇനി വീണ്ടും ലൈൻ എടുക്കുക, ഇതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, മുകളിലേക്ക് 90 കൊടുക്കുക. ഇനി ഇത് സെലക്ട് ചെയ്യുക, O എൻ്റർ 5 ഇവിടേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇത് ഫ്രെയിം കൊടുക്കാനാണ്, ഡോറിൻ്റെ ഫ്രെയിം. ഇനി ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ആർക്ക് എടുക്കുക, ആർക്കിൽ സ്റ്റാർട്ട് ആൻഡ് ഡയറക്ഷൻ, ഒരു പോയിൻ്റ് മീതിയും ഒരു പോയിൻ്റ് ഇവിടെ എടുക്കുക. എന്നിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ട്രിം എടുക്കുക, TR 2 times എൻ്റർ, എന്നിട്ടിത് ട്രിം ചെയ്യുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് B എൻ്റർ കൊടുത്തിട്ട് ബ്ലോക്ക് ആക്കുക. അപ്പോൾ ഇത് 90 സെൻറ്റിമീറ്ററിൻ്റെ ഡോറാണ് വരുന്നത്. ഇനി ഇതന്നെ ഒരു കോപ്പി എടുത്തിട്ട് സൈഡിലേക്ക് വയ്ക്കുക. നമുക്ക് 80 സെൻറ്റിമീറ്ററിൻ്റെ ഡോറും 100ൻ്റെ ഡോറും വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്കെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് അവിടേക്ക് വെക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സ്കെയിൽ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ഡോറ് വരച്ചിട്ട് 90യുടെ ഡോറാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ഇവിടെ 90 സെൻറ്റിമീറ്ററിൻ്റെ ഡോറ് ഒരെണ്ണം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഒന്ന് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും വെച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. ഓർത്ത് ഓണാക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഡോറിൻ്റെ ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഈ ഫ്രെയിം കണ്ടില്ലേ, ഫ്രെയിം എന്ന് പറയുന്നത് ഇതുപോലെ ഈ നീളം കൂടിയ വോളിനോട് ചേർന്നിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് കൊടുക്കുക, M എൻ്റർ. ബേസ് പോയിൻ്റ് ചോദിക്കുമ്പോൾ ഈ അറ്റം കണ്ടില്ലേ, ഇവിടെ ഈ എൻഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വോളിൻ്റെ ഈ എൻ്ററിൽ വെച്ച് കൊടുക്കുക. പക്ഷേ ഇത് എൻട്രൻസിലായ കാരണം ഇത് ജസ്റ്റ് ഒന്ന് മിറർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് വരിക. എറേസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഡോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇതുകൂടി ശരിയാക്കണം. അപ്പോൾ ഇത് ആ റോ കൊടുത്തിട്ട് ജസ്റ്റ് ആദ്യം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിറർ ചെയ്യുക. എറേസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് കൊടുക്കുക. ഇനി ഇത് മൂവ് ചെയ്യുക. മൂവ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ കോർണറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ വോളിൻ്റെ കോർണറിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ഡോറ് നമുക്ക് വേണ്ടത് 100ൻ്റെ ഡോറാണ് വേണ്ടത്. അപ്പോൾ ഒരു ഡോറ് സെലക്ട് ചെയ്യുക, കോപ്പി എടുക്കുക, CO എൻ്റർ കൊടുത്താൽ കോപ്പി ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇതിൻ്റെ ഡയറക്ഷൻ ആദ്യം റൊട്ടേറ്റ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാം. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ മിററാണ് വേണ്ടത്. ഇങ്ങനെയാണ് വരിക. അതായത് ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഈ നീളം കൂടിയ വോളിനോട് ചേർന്നിട്ടാണ് വരേണ്ടത്. ഇനി ഇത് മൂവ് കൊടുക്കുക, M എൻ്റർ കൊടുത്തിട്ട് ഇതിൻ്റെ ഈ അറ്റത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ വോളിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. ഇനി ഇതന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യുക, SC എൻ്റർ എന്ന് കൊടുക്കുക. ഇവിടെ ഈ ബേസ് പോയിൻ്റ് സെലക്ട് ചെയ്യുക, റെഫറൻസ് കൊടുക്കുക. ഇപ്പോൾ ഉള്ള ലെങ്ത്ത് 90 എൻ്റർ. നമുക്ക് വേണ്ടത് 100 എൻ്റർ. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാ ഡോറും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഒരു ഡോറ് വരുന്നുണ്ട്. O എൻ്റർ 90. എന്നിട്ട് ട്രിം എടുക്കുക. ഒരു 90യുടെ ഡോർ എടുക്കുക, കോപ്പി എടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ആദ്യം അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് വരേണ്ടത്. ഇപ്പോൾ ഓർത്ത് ഓണാക്കുക, ക്ലിക്ക് ചെയ്യുക. ഇനി മൂവ് കൊടുക്കുക.
എന്നിട്ട് ഈ എൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇത് ഇങ്ങനെയല്ല വരിക, ഇതിൻ്റെ നേരെ മിറർ വരണ്ട, നമ്മൾ അകത്തു നിന്നല്ല തുറക്കുക. അപ്പോൾ മിറർ കൊടുക്കുക. എറേസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് കൊടുക്കുക. ഇനി ഇത് മൂവ് ചെയ്തിട്ട് ഈ കോർണറിൽ വെച്ചിട്ട് ഈ കോർണറിൽ കൊണ്ടുവന്ന് വയ്ക്കാം. നമുക്കിപ്പോൾ ഇവിടെ തൽക്കാലം 2 ലൈൻ ഇട്ടിട്ട് ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എൻ്റർ 25 2 സ്റ്റെപ്പ് വരും. ഇനി എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെയും ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഉള്ളതെല്ലാം TR 2 ടൈംസ് എൻ്റർ കൊടുത്തിട്ട് ഇത് ട്രിം ചെയ്യുക. പിന്നെ ഈ സ്റ്റെപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കൊടുത്ത ഈ ലൈൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡോർസ് എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വിൻഡോസാണ് വയ്ക്കാനുള്ളത്. അപ്പോൾ വിൻഡോ വരയ്ക്കാനായിട്ട് REC എൻ്റർ ക്ലിക്ക് ചെയ്യുക. വിൻഡോ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ വിൻഡോ എന്നുള്ള ലെയറിലേക്ക് ഇടണം. എന്നിട്ട് REC എൻ്റർ ക്ലിക്ക് ചെയ്യുക. D എൻ്റർ 150 എൻ്റർ 20 എൻ്റർ. നമ്മൾ 150യുടെ വിൻഡോ ആണ് വരച്ചത്. സെലക്ട് ചെയ്യുക, X എൻ്റർ കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് എൻ്റർ 50 എൻ്റർ. അപ്പോൾ നമ്മളത് 3 പാർട്ടീഷനാക്കി. എന്നിട്ട് L എൻ്റർ കൊടുത്തിട്ട് ലൈൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മിഡിലിൽ വരച്ചു കൊടുക്കുക. ഇനി ഇതന്നെ ഒരു 4 കോപ്പി നമ്മളിവിടെ ഉണ്ടാക്കി വയ്ക്കുക. ഇത് നമുക്ക് ബ്ലോക്ക് ആക്കാം. B എൻ്റർ കൊടുത്തിട്ട് ഇവിടെ W3 3 പാർട്ടീഷനുള്ള വിൻഡോ. ഇനി ഇത് നമുക്ക് ട്രിം ചെയ്യാം. ഇതിൻ്റെ ഒരു പാർട്ടീഷൻ നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് W2 വിൻഡോ ആയി. ഇത് ബ്ലോക്ക് ആക്കുക. B എൻ്റർ കൊടുത്തിട്ട് W2. ഇവിടെ ട്രിം എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഈ 2 പാർട്ടീഷനും കളയാം. ഇതിലൊന്ന് നമുക്ക് Ctrl 1 പോയി കഴിഞ്ഞിട്ട് ഇത് ഡോട്ടഡ് ലൈൻ ആക്കാം. അത് വെന്റിലേറ്ററിന് വേണ്ടിയിട്ടാണ്. ഇത് B എൻ്റർ ബ്ലോക്ക് ആക്കുക. ഇതിൻ്റെ പേര് W1 ഒരു പാർട്ടീഷനുള്ള വിൻഡോ. ഇത് B എൻ്റർ കൊടുത്തിട്ട് ബ്ലോക്ക് ആക്കുക. ഇതിൻ്റെ പേര് വെന്റിലേറ്റർ. ഇത്രയും സംഭവങ്ങൾ നമ്മളിവിടെ സെറ്റാക്കി വയ്ക്കുക. ഇനി ഇതൊരു കോപ്പി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ലൈനിൽ സെലക്ട് ചെയ്യുക. കോപ്പി എടുക്കുക. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ മിഡിലിൽ കൊണ്ടുവന്ന് വയ്ക്കുക. പിന്നെ മിഡിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ Ctrl റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്നുണ്ടാവും. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂവ് ചെയ്തിട്ട് താഴത്തേക്ക് വയ്ക്കുക. അതുപോലെ തന്നെ ഇതും M എൻ്റർ കൊടുത്തിട്ട് ഇവിടെ മിഡ് പോയിൻ്റ് കാണുന്നില്ലെങ്കിൽ Ctrl റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എടുക്കുക. ഒന്ന് ഈ കോർണറും സെലക്ട് ചെയ്യുക, ഒന്ന് ഈ കോർണറും സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം.
ഇത് W1-ൻ്റെ വിൻഡോ ആണ്. ഇത് മൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി ഇവിടെ വെൻറ്റിലേറ്റർ നമ്മുടെ ബാത്റൂം വരച്ചിട്ടില്ലേ, നമുക്ക് ബാത്റൂം വരച്ച് കൊടുക്കണം. പിന്നെ ബാക്കി വിൻഡോസ് വരുന്നത് ഇവിടെ നോക്കി നോക്കാം. ഇവിടെ ഒരു W3-യുടെ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക. പിന്നീട് സ്റ്റെപ്പൊക്കെ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം. W2-ൻ്റെ വിൻഡോ ആണ്. ഈ വിൻഡോ നമുക്ക് കൺട്രോൾ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെയൊക്കെ സ്റ്റെപ്പ് വരും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബെഡ്റൂമിനും ലിവിങ് റൂമിനും അതുപോലെ ഈ ഒരു ഡൈനിങ് ഏരിയയിലും അതുപോലെ വർക്ക് ഏരിയയിലും വന്നിട്ടുണ്ട്. ഇനി ബാത്റൂം കൊടുക്കണം. ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് O end 160, അതുപോലെ ഇത് ഇങ്ങോട്ടും കൊടുക്കുക. F എൻ്റർ കൊടുത്തിട്ട് ഇത് ഫില്ലറ്റ് ചെയ്യുക. O end 20 എൻ്റർ. എന്നിട്ട് ഈ വോള് നമ്മളൊന്ന് ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും F എൻ്റർ കൊടുത്തിട്ട് ഇത് ഫില്ലറ്റ് ചെയ്യുക. ഇനി ഇവിടെ നമുക്കൊരു ഡോറിൻ്റെ ഓപ്പണിംഗ് വേണം. അപ്പോൾ O end 80, എന്നിട്ടത് ട്രിം ചെയ്യുക. TR 2 times എൻ്റർ കൊടുത്തിട്ട് ഇവിടെ ട്രിം ചെയ്യുക. ഇനി ഇവിടെ 80-യുടെ ഡോറാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു കോപ്പി എടുത്തിട്ട് ഇവിടേക്ക് വെച്ച് കൊടുക്കാം. ഇത് സ്കെയിൽ ചെയ്യുക. SC എൻ്റർ എന്ന് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. റെഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 100 ആണ്. നമുക്ക് വേണ്ടത് 80. ഇത് സെലക്ട് ചെയ്യുക. M എൻ്റർ കൊടുത്തിട്ട് ശരിക്കും മൂവ് ചെയ്തിട്ട് വയ്ക്കുക. ഇനി ഈ വിൻഡോ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി നീക്കി വയ്ക്കണം. നമുക്ക് ഈ കോർണറിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ വെൻറ്റിലേറ്ററും ഇവിടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുവിധ എല്ലാ ഡോറും വിൻഡോസും വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് സ്റ്റെപ്പ് വരയ്ക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു വിൻഡോ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിൽ സൺഷെയ്ഡ് വരച്ച് കൊടുക്കാം. ഇപ്പോൾ സൺഷെയ്ഡ് വരയ്ക്കാനായിട്ട് നമ്മൾ ഈ വോളിനെ ഓഫ്സെറ്റ് ചെയ്യണം 60-ൽ. അപ്പോൾ O end 60, അല്ലെങ്കിൽ 60 ആണ് അതെന്ന് അറിയാമല്ലോ. അപ്പോൾ L എൻ്റർ കൊടുത്തിട്ട് ലൈൻ എടുത്തിട്ട് നമ്മൾ സൺഷെയ്ഡ് വരയ്ക്കുമ്പോൾ നമ്മൾ സൺഷെയ്ഡിൻ്റെ ലെയറിലേക്ക് ഇടണം. എന്നിട്ട് വരയ്ക്കാം. L എൻ്റർ കൊടുക്കുക. അത് 60 എന്ന് കൊടുക്കുക. 2 times എൻ്റർ. ഇനി ഇതന്നെ ഒരു കോപ്പി എടുക്കുക. എന്നിട്ട് ഇവിടേക്കും വെച്ച് കൊടുക്കുക. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്യേണ്ടത് ഇവിടേക്ക് 10. ഇനി സെലക്ട് ചെയ്യുക. M എൻ്റർ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇങ്ങോട്ട് ഡയറക്ഷൻ കാണിക്കുക. എന്നിട്ട് 10 കൊടുക്കുക. പിന്നെ ഒരു ലൈൻ എടുത്തിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഏതെങ്കിലും ഒരു ലൈൻ സെലക്ട് ചെയ്യുക. കൺട്രോൾ 1-ൽ പോവുക. എന്നിട്ട് ഈ ലൈൻ ടൈപ്പ് മാറ്റിയിട്ട് ഡോട്ടഡ് ലൈൻ ആക്കി കൊടുക്കുക. അതിൻ്റെ സ്കെയിൽ മാറ്റി കൊടുക്കുക. 0.4-ലേക്ക് ഇടുക. അതിനുശേഷം മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. MA എൻ്റർ. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള 2 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് W3-യുടെ സൺഷെയ്ഡാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ആക്കാം. എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ബ്ലോക്ക് ആക്കുക.
ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി നമ്മളിവിടെ താഴത്തേക്ക് വയ്ക്കാം. ഇനി അതൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. RO എൻ്റർ. ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. M എൻ്റർ. ഇത് ആദ്യം ഇവിടെ ഈ വിൻഡോൻ്റെ അറ്റത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് മൂവ് ചെയ്യുക. M എൻ്റർ കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡയറക്ഷൻ കാട്ടിയിട്ട് 10 എൻ്റർ. ഇനി എങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത് കോപ്പി എടുത്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ലൈൻ എടുത്തിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. L എൻ്റർ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. 62 ടൈംസ് എൻ്റർ. ഇത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. എന്നിട്ട് ഇവിടേക്ക് വെച്ച് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. M എൻ്ററിന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഡയറക്ഷൻ കാണിക്കുക. എന്നിട്ട് 10 എൻ്റർ. അതുപോലെ തന്നെ ഇതും ഇവിടെ 10 മൂവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു ലൈൻ എടുത്തിട്ട് വരയ്ക്കാം. ഇനി മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. മാച്ച് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇത് ബ്ലോക്ക് ചെയ്ത് എക്സ്പ്ലോഡ് ചെയ്ത് കൊടുക്കുക. X എൻ്റർ കൊടുത്തിട്ട് എക്സ്പ്ലോഡ് ചെയ്യുക. എന്നാലേ നമുക്ക് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതേപോലെ തന്നെ ഇവിടെയും വരും. L എൻ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 60. ഇനി ഇതൊരു കോപ്പി എടുക്കുക. എന്നിട്ട് ഇവിടേക്ക് വെച്ച് കൊടുക്കുക. ഇത് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ ഇവിടേക്ക് 10. അതേപോലെ ഇതും മൂവ് ചെയ്യുക. താഴത്തേക്ക് 10. ഈ ലൈൻ എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഈ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഇനി ഇത് തന്നെയാണ് വെൻറ്റിലേറ്ററിൻ്റെയും വരുന്നത്. അപ്പോൾ ഈ റെഫറൻസ് പോയിൻ്റായിട്ട് ഇതെടുക്കുക. ഈ വിൻഡോൻ്റെ മിഡ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ഈ വെൻറ്റിലേറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിവിടെ വന്ന് ഇരിക്കും. ഇവിടെ ഇതുപോലെ L എൻ്റർ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 60 കൊടുക്കുക. ആ ലൈൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുക. അതിവിടെ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിത് രണ്ടും മൂവ് ചെയ്യുക. M എൻ്റർ കൊടുത്തിട്ട് ഇവിടേക്ക് 10. അതുപോലെ ഇതും M എൻ്റർ കൊടുത്തിട്ട് ഇവിടേക്ക് 10. ഇത് ലൈൻ എടുത്തിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഈ നെക്സ്റ്റ് ഒരു സൺഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഒരു സൺഷെയ്ഡും കൂടി വരുന്നുണ്ട്. വരാന്തയുടെ അവിടെ ഒരു സൺഷെയ്ഡും കൂടി വരും. അപ്പോൾ അത് കൊടുക്കാനായിട്ട് O എൻ്റർ 60. അപ്പോൾ O എൻ്റർ 60 വെച്ചിട്ട് കൊടുക്കാമെങ്കിൽ ലൈൻ വെച്ചിട്ടും കൊടുക്കാം. ലൈൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 60 കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ ഇവിടേക്ക് 10 എൻ്റർ. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് O എൻ്റർ 60 ഓഫ്സെറ്റ് ചെയ്യുക. ഈ ലൈന് ഇവിടേക്ക് 60 ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ജസ്റ്റ് ഒരു ലൈൻ എടുത്തിട്ട് ഇവിടേക്ക് ട്രാക്ക് ചെയ്ത് വരച്ചാൽ മതി. ഇത് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. എല്ലാ സൺഷെയ്ഡും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ എല്ലാം ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് MT എൻ്റർ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരുന്നത് ഫാമിലി ലിവിങ് ഡൈനിങ് 400 by
സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യാം 400/380. ഇത് സെലക്ട് ചെയ്തിട്ടൊരു ഇവിടെ ഹൈറ്റ് 10 കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സ്റ്റെപ്പ് വരുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. ഇതൊരു കോപ്പി എടുക്കുക. TE എന്ന ടെക്സ്റ്റ് എഡിറ്റ്. ഇവിടെ ലിവിങ് ആണെങ്കിൽ 300/300. ഇവിടെ വരുന്നത് ബെഡ്റൂമാണ്. വരുന്നത് 380/390. പിന്നെ ഇവിടെ വരുന്നത് TE എൻ്ററിന് കൊടുക്കുക. ബാത്റൂമാണ് വരുന്നത് 160/160. വർക്ക് ഏരിയ വരുന്നത് 110/290. മൂവിയിലേക്ക് ഇത് സെലക്ട് ചെയ്യുക. TE ഉണ്ട്. ഇവിടെ വരുന്നത് വരാണ്ട. വരുന്നത് 100/200. ഈ ഡോറും വിൻഡോസൊക്കെയാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കുക, ഇവിടെ വയ്ക്കുക. ഇത് സെലക്ട് ചെയ്യുക. TE എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ W3 കൊടുക്കുക. ഇതെല്ലാം കോപ്പി എടുക്കുക. W3 എല്ലാ വിൻഡോസിലും വെച്ച് കൊടുക്കുക. ഇത് W2. ഇത് വെന്റിലേറ്റർ. ഇവിടെ W1. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഡോറുകൾ കൊടുക്കുക. ഈ ഡോറ് വരുന്നത് ഇത് D ആണ്. D എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററിൻ്റെ ഡോറ്. അടുത്തത് 90 സെൻറ്റിമീറ്ററിൻ്റെ ഡോറുകൾ D1. ഇതും 90 സെൻറ്റിമീറ്ററിൻ്റെയാണ് D1. ഇതും 90 സെൻറ്റിമീറ്ററിൻ്റെയാണ് D1. ഇത് 80 സെൻറ്റിമീറ്ററിൻ്റെയാണ്. 80 സെൻറ്റിമീറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ D2. ഇവിടെ ജസ്റ്റ് ലൈൻ എടുത്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ ബീമാണ് വരുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് Ctrl 1 പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൈൻ ടൈപ്പ് നമുക്ക് മാറ്റാം. പ്രോപ്പർട്ടി എടുക്കുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക.
ഇനി അതേപോലെ തന്നെ ഈ വോളും ഇവിടേക്ക് ബീമായിട്ടാണ് വരുന്നത്. ഓൻ്റെ 20 മുകളിലേക്ക് കൊടുക്കുക. മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ, ഇതിപ്പോൾ താഴത്തെ ഫ്ലോറിൽ ഇവിടെ വോളില്ല, പക്ഷെ മുകളിലത്തെ ഫ്ലോറിൽ അവിടെ വോൾ വരുന്നുണ്ട്. അപ്പോൾ മുകളിലുള്ള ഫ്ലോറിൻ്റെ വെയിറ്റ് താങ്ങാനായിട്ടാണ് നമ്മൾ താഴെ ഈ ബീം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബീം ഇവിടെ കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇവിടെ സ്റ്റെപ്പ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് 90 ഓഫ്സെറ്റ് ചെയ്യുക. 90 ലാൻഡിങ് വരുന്നത്. ഇവിടെ 2 ലാൻഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കിയാൽ കാണാം, 2 ലാൻഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 ലാൻഡിങ് നമ്മളിവിടെ കൊടുത്തു. നെക്സ്റ്റ് ഈ സ്റ്റെപ്പ് ത്രെഡ് 25 ഇവിടെ ഒരു ത്രെഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിവിടെ കൊടുത്തു. നെക്സ്റ്റ് ഇത് 25 ഓഫ്സെറ്റ് ചെയ്ത് പോവുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്പിളിലുള്ള സെലക്ട് ചെയ്യുക. ഇത് ഇങ്ങനെ പ്രൊജക്റ്റ് നിൽക്കുന്നതൊക്കെ ട്രിം ചെയ്യുക. നെക്സ്റ്റ് ഇത് ഓയിൻ്റെ 25. ഈ ലാൻഡിങ് അടക്കം 6 ത്രെഡ് വരും. അപ്പോൾ ഇത് 1 2 3 4 5 6 പാർട്ടിന് ട്രിം ചെയ്യുന്നത്. ഇനി ഇവിടെ ട്രിം എടുത്തിട്ട് ചെറിയൊരു പോർഷൻ നമ്മൾ ട്രിം ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് സെലക്ട് ചെയ്യുക, കൺട്രോൾ 1 പോവുക. പ്രോപ്പർട്ടി ബോക്സ് വരും. അപ്പോൾ അതിൽ ഡോട്ടഡ് ലൈൻസിലേക്ക് ഇടുക, സ്കെയിൽ 0.4 ഇടുക. പിന്നെ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാം ഡോട്ടഡ് ലൈൻസിലാക്കുക. ഇവിടെ അപ്പിലുള്ള ഡയറക്ഷൻ കാണിക്കണം. ഇനി അവിടെ ഒരു ആഡ് വേണം. അപ്പം ലൈൻ എടുക്കുക, ഇങ്ങനെ വരച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേറെ ചെയ്ത് കൊടുക്കുക. വേറെ ചെയ്ത് ചോദിക്കുമ്പോൾ ലോന്ന് കൊടുക്കുക. ലൈനിട്ട് വരയ്ക്കുക. ഇത് ട്രിം ചെയ്യുക. പിന്നെ ഇത് ആഡ് ചെയ്യുക. ഇത് ഫുള്ളായിട്ട് ചെയ്യുക. ഇട്ട് വയ്ക്കുക. ഇത് ഫുള്ളായിട്ട് ഈ സ്റ്റെപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റെപ്പുള്ള ലെയറിലേക്ക് ഇടുക. അതുപോലെ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ലെയറിലേക്ക് ഇടുക. ടെക്സ്റ്റിന് ലെയർ ഉണ്ടാക്കിയിട്ടില്ല, ടെക്സ്റ്റിന് ഒരു ലെയർ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ഇവിടെ പോയിട്ടുള്ള ന്യൂ ലെയർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റിന് കൊടുക്കുക. എൻ്റർ. അതിൽ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ ലെയറിലേക്ക് ഇടുക. എന്നിട്ടത് മാച്ച് ദ പ്രോപ്പർട്ടി എടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി എല്ലാ ടെക്സ്റ്റിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ലെയറിൽ പോയിട്ട് പോകും.
ഇവിടെ ഒരു കിച്ചണാണ് വരുന്നത്. നമ്മുടെ പ്ലാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ലെയറും കൂടി ഉണ്ടാക്കിയിട്ട് ബീൻസ് രണ്ടും സെലക്ട് ചെയ്തിട്ട് ആ ബീനിൻ്റെ ലെയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു ഗ്രില്ല് ചെയ്തൊരു പോർഷൻ വരുന്നുണ്ട്. അത് 90-ലാണ് വരുന്നത്. ഒരു ലൈൻ എടുത്തിട്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ലൈൻ എടുക്കുക. ഇവിടുന്ന് 90 എന്നിട്ട് ഫില്ലറ്റ് ചെയ്യും. ഇത്രയും ഭാഗം ഗ്രില്ലിട്ട ഒരു പോർഷൻ വരും. പാച്ച് എടുത്തിട്ട് കൊണ്ടുവന്ന് പാച്ച് ചെയ്ത് കൊടുത്താൽ മതി. പാച്ച് എടുക്കുമ്പോൾ ഇവിടെ ആംഗുലാർ എന്നുള്ള ഹാച്ച് ഉണ്ടാവും. ആംഗിളിൽ നിന്നുണ്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്കെയിലിവിടെ മാറ്റി കൊടുക്കുക. ഈ ബാക്കി ഇതിൽ വരയ്ക്കാനുള്ളതിന് ഇപ്പോൾ പ്ലാൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് എലിവേഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ നോക്കാം.